അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് അകമലക്കടുത്ത് മുള്ളൂർക്കര ഗ്രാമത്തിലേക്കാണ്. ഇവിടെ എന്താണെന്നല്ലേ, ഇവിടെ റബ്ബർ തോട്ടം ഉണ്ട്. അനിയനക്ക് റബ്ബർ തോട്ടം ഉണ്ട്. അത് കാണാൻ ഞങ്ങൾ ഫാമിലി ആയിട്ട് പോകുന്നു. കാണാൻ നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ്. ഞങ്ങൾ 4 കാറിലായിട്ടാണ് പോയത്. ഞങ്ങൾ ഫാമിലി മുഴുവനും ഉണ്ടായിരുന്നു. എൻ്റെ ഉപ്പ, ഉമ്മ, എൻ്റെ സഹോദരങ്ങളും അവരുടെ മക്കളും എല്ലാവരുമായിട്ടാണ് പോയത്. കാണാൻ നല്ല സുന്ദരമായ സ്ഥലം. നിറയെ റബ്ബർ മരങ്ങളായിരുന്നു, കവുങ്ങും റബ്ബറും. ഇവിടെ അനിയൻ്റെ സ്ഥലമാണ്. നോക്കാൻ അവിടെ വേറെ ആൾക്കാരൊക്കെ ഉണ്ട്. നല്ല പച്ചപ്പിൽ നല്ല കൺകുളിർമയുള്ള സ്ഥലം. കുറേ നേരം ആ സ്ഥലത്ത് തന്നെ ഇങ്ങനെ സ്പെൻഡ് ചെയ്യാൻ തോന്നും നമുക്ക്. അവിടെ എന്താ ആൾക്കൂട്ടം എന്നല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം എന്താണെന്ന്. അത് നമ്മളിങ്ങനെ അടയാളപ്പെടുത്തി ഇടുന്നോ, അങ്ങനെ അപ്പുറത്തേക്ക് പോകാണ്ടിരിക്കാനായിട്ട്. ഈ ഒരു തല നമ്മൾ കുറച്ച് വെള്ളം വിട്ടു. അത് കഴിഞ്ഞാൽ ഈ ഭാഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ സൈഡ് വിട്ടു. അത് കഴിഞ്ഞാൽ വീണ്ടും ഈ തൊലി വന്നിട്ട് കവർ ചെയ്യും. അവിടെ വീണ്ടും വിട്ടു. അങ്ങനെ 4 പ്രാവശ്യത്തിൽ വെട്ടാം. വെട്ടിയാന്ന് തോന്നുന്നു. ഈ സൈഡ് തന്നെ ഇത് വെട്ടിയതാണ്. മൊത്തം വെട്ടിയ ഭാഗം ഇത് ഫ്രഷ് തൊലി ഇപ്പുറത്ത്. എന്നിട്ട് അത് എടുത്തിട്ട് നമ്മൾ ഡിഷ് ഉണ്ട്, ചെറിയ ഡിഷിൽ, അലുമിനിയത്തിൻ്റെ ഡിഷിൽ വെച്ചിട്ട് ആസിഡ് ഒഴിച്ചിട്ട് മിക്സ് ചെയ്യും. ആസിഡ് ഒഴിച്ചിട്ട് വെള്ളം കൂടെ ഒഴിച്ച് മിക്സ് ചെയ്യും. എന്നിട്ട് അതിലൊരു മണിക്കൂർ വെച്ച് കഴിയുമ്പോൾ അത് കട്ടയായിട്ട് വരും. എന്നിട്ട് നമ്മൾ റോളറിലിട്ട് അടിച്ചിട്ട് എടുക്കും. നമുക്ക് അങ്ങനെ വേണേ ചെയ്യാം. ഈ പശ എങ്ങനെ ട്രയൽ ഒഴിക്കുക? ഇതിലേ നമ്മളിപ്പോൾ പാലെടുത്തിട്ട് നമ്മൾ ശേഖരിച്ചു കൊണ്ടിരുന്ന പാലുണ്ടല്ലോ, അത് നമ്മൾ ഇങ്ങനെ ഇതിനകത്തിട്ടിട്ട് ഇപ്പോൾ ഒരു 2 ലിറ്റർ പാൽ ഒഴിക്കുകയാണെങ്കിൽ അതിൽ 2 ലിറ്റർ വെള്ളം ചേർക്കണം. 2 ലിറ്റർ പാൽ ഒഴിക്കുകയാണെങ്കിൽ അതിൽ 3 ലിറ്റർ ഒഴിക്കുകയാണെങ്കിൽ 3 ലിറ്റർ. അത് നമുക്ക് എത്ര വേണേ ഒഴിക്കാം. 2 ലിറ്റർ ഒഴിക്കുകയാണെങ്കിൽ ശരിക്കും 2 ലിറ്റർ വെള്ളം ഒഴിക്കുന്നതാണ് കണക്ക്. ഇരട്ടി ഒഴിക്കുക. എന്നിട്ട് ഫോർമിക് ആസിഡ് ഉണ്ട്. ഫോർമിക് ആസിഡ് നമ്മൾ ഒരു 1 ലിറ്റർ വെള്ളം, 1 ലിറ്റർ ആസിഡ് 10 ലിറ്റർ വെള്ളം
ചേർത്തിട്ട് നേർപ്പിച്ചവിടെ വെക്കണം, വെച്ചിട്ടുണ്ടാവും. അതിൽ നിന്ന് ഇതിലേക്ക് ഒരു 50 മില്ലി ഇതിലേക്ക് ഒഴിക്കും. 50 മില്ലി നേർപ്പിച്ച് പാത്രത്തിൽ ഒഴിക്കുക, ചെറിയൊരു അളവിൽ പാത്രത്തിൽ ഒഴിക്കുക, ഒരു ചെറിയൊരു പാത്രത്തിലേക്ക് അങ്ങനെ വെച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെക്കും. മിക്സ് ചെയ്ത് വെച്ചിട്ട് ഒരു 2 മണിക്കൂർ കഴിയുമ്പോൾ സെറ്റാവും. സെറ്റായി കഴിയുമ്പോൾ ഇങ്ങനെ ഈ 2 ഗ്യാപ്പ് ഉണ്ടോ, ഈ ഗ്യാപ്പ് കൂടെ അങ്ങനെ കയറ്റി വിടും. അത് ഷീറ്റായിട്ട് വരും അല്ലേ? അത് ചെറിയ സാധനം വീതി വീതിച്ച് നീളം വെച്ച് വരും. അങ്ങനെ നീളം വെച്ച് വരുന്ന സാധനം ഇതിൽ 3 ട്രിപ്പ് വെച്ചതിന് ശേഷം ഇവിടെ വേറെ ഒരെണ്ണം ഇത് ഇതുള്ളത്, ഇത് ത്രെഡ് ഉള്ളത്. ആ ത്രെഡ് ഉള്ള ഈ വെറ്റി വിടുമ്പോഴാണ് ആ ഡിസൈൻ വരിക. ആ വെള്ളം കംപ്ലീറ്റ് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യും ആ ഡിസൈനാണ്. എന്നിട്ട് നമ്മൾ ഒരു ദിവസം കൂടി ഇട്ടിട്ട് നമ്മൾ ഈ ഷെഡിനകത്ത് കയറ്റിയിട്ടിട്ട് പോയിക്കും. അങ്ങനെ ചെയ്യും. ഒരു ദിവസം എത്ര ഷീറ്റൊക്കെ ഉണ്ടാക്കും? അത് നമ്മൾ മനസ്സിനനുസരിച്ച് ചിലപ്പോൾ 10-20-25 ഉണ്ടാവും. ഇന്ന് ആള് വന്ന് വെട്ടിയിട്ടില്ല. ഇന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലൊക്കെ അത് രാവിലെ ചെയ്യും. ഞങ്ങൾ ഉച്ചയാദ്യം പണി കഴിച്ചില്ല. പിന്നെ ഞാൻ ചെയ്ത രാവിലെ ഞാൻ വെട്ടിയതാണത്. മറ്റേ നമ്മൾ അത് നമ്മളെ പണിക്കാരെ സൗകര്യത്തിനനുസരിച്ച് നമ്മൾ ചെയ്യാറ്. കുഴപ്പമില്ല, നമ്മളെ ഈ ആസിഡ് മേത്താവുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇത് പിന്നെ ഷീറ്റ് ഇങ്ങനെ ഓരോ ദിവസവും ഇപ്പോൾ 10 വന്ന് ഇനി പിറ്റേ ദിവസം 15, 20, 30, 40, 50 ഒക്കെ വരാവും. അതായത് പാലിൻ്റെ ഇതിപ്പോ ട്രെയിൻ എടുത്തിട്ട് അതേപാടത് അല്ല ട്രെയിനല്ല മെഷീനിലിട്ട് പരത്തിയിട്ട് ഇനി ഇതെന്താ ചെയ്യാ? ഇതിപ്പോ എന്താ ചെയ്യുന്ന പുക ഇതൊക്കെ ഉണങ്ങിയ ഷീറ്റാണ്. ഇത് കണ്ടോ, ഇത് കുറേ ദിവസം ആയുധ ഷീറ്റുകളാണ്. അപ്പോൾ അതൊക്കെ ഇപ്പോൾ ഉണങ്ങി വരും. ഇത് കഴിഞ്ഞാൽ മട്ടിയിട്ട് നമ്മളെ എപ്പോഴാണ് നമുക്ക് വിൽക്കാൻ തോന്നുന്നത്